പല തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല. പരിഭവവുമായി ചെന്നിത്തല. താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പല ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചിട്ടുണ്ടെങ്കിലും അന്ന് എന്നെ ആരും ക്യാപ്റ്റനാക്കിയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അന്ന് എനിക്ക് ക്യാപ്റ്റൻ എന്ന പദവി ഒരു മാധ്യമങ്ങളും നൽകിയില്ല. അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നൽകിക്കൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടിനെ പറ്റി പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. നിലമ്പൂരിലെ വിജയത്തിൽ പ്രതിപക്ഷ നേതാവിന് മുഖ്യ പങ്കുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ പ്രതിപക്ഷ നേതാവ് ആരായാലും അദ്ദേഹത്തിന് ക്രെഡിറ്റ് ഉണ്ട്. അതിൽ ഒരു സംശയവുമില്ല. എന്നാൽ താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വിജയിച്ചപ്പോൾ ക്യാപ്റ്റൻ പോയിട്ട് കാലാൾപ്പട പോലും എന്നെ ഒരു ചാനലോ പത്രമോ ആക്കിയിട്ടില്ല. പക്ഷേ അതിലൊന്നും പരാതിയില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഒറ്റക്കെട്ടായി കൈമേയി മറന്നു പ്രവർത്തിച്ചാൽ കേരളത്തിൽ ഏത് സീറ്റിലും ജയിക്കാം എന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ വിജയം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുത്തു പകരും എന്ന വിശ്വാസത്തോടെയാണ് UDF നിലമ്പൂരിൽ പ്രവർത്തിച്ചത്. വിജയത്തിൽ ലീഗ് നേതാക്കൾക്കും സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർക്കും ബിഗ് സല്യൂട്ട് നൽകണമെന്നും ചെന്നിത്തല പറഞ്ഞു. അൻവറിനെ UDFനൊപ്പം സഹകരിപ്പിക്കാൻ താനും PK കുഞ്ഞാലിക്കുട്ടിയും ശ്രമിച്ചിരുന്നു. നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു അതെല്ലാം. ഇടതു സർക്കാരിനെതിരെ രംഗത്ത് വരുന്നവരെ കൂടെ കൂട്ടുക എന്ന UDF നിയമം അനുസരിച്ചായിരുന്നു അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് MV രാഘവനെയും KR ഗൗരിയമ്മയെയും കൂടെ കൂട്ടിയത്. എന്നാൽ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നതോടെ തങ്ങൾക്ക് പിന്നീടൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമായി. അൻവർ വിഷയത്തിൽ താൻ കൂടി പങ്കെടുത്ത UDF നേതൃത്വ യോഗമാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ അൻവർ വിഷയത്തിൽ ഇനി UDF നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്നു. നിലമ്പൂരിൽ ടീം UDFന്റെ വിജയമാണ്. ഫലം പ്രഖ്യാപിച്ച അന്നു താൻ പറഞ്ഞതാണിത്. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, മേജർ ആണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.